ഹായ്, ഇത് ഗവൺമെന്റുകളെ പുച്ഛിക്കുന്ന ഒരു വീഡിയോ ആണെന്ന് തന്നെ കൂട്ടിക്കോളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്തു നിന്ന് എറണാകുളത്തേക്ക് വന്ദേ ഭാരത് വന്ന സമയത്താണ് ഈ ഒരു ട്രെയിനുകളുടെ വേഗതയെ പറ്റി ഇങ്ങനെ ആലോചിച്ചത്. എനിക്ക് അവിടെ നിന്ന് 4:10 ട്രെയിൻ ഉണ്ടായിരുന്നു. അത് 6:45 എറണാകുളത്തെത്തി. വേറെ ഒരു സൗകര്യങ്ങൾ ഈ പറഞ്ഞ വേഗത്തിൽ ഇവിടെ എറണാകുളത്ത് എത്താൻ സാധ്യതയില്ല താനും. പിന്നെ അല്ലെങ്കിൽ വിമാനം കൂടുതൽ സംഭവങ്ങളായിരിക്കണം. അതൊരു പോസിബിൾ ആണ്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് കേരളയിൽ കൂട്ടുള്ള ഒരു സംവിധാനത്തെ ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൂട്ടുള്ള എല്ലാവർക്കും ഈ ഒരു കേരളയിൽ കൂട്ടുള്ള സംവിധാനം ആവശ്യമല്ലേ? ഈ ഒരു സംഭവം ക്യാൻസൽ ചെയ്തതിന് ബദലായിട്ട് വേറൊരു സംവിധാനം കൊണ്ടുവരേണ്ടത് ആവശ്യമല്ലേ? ശരിക്കും ഇപ്പോഴത്തെ ഒരു സിസ്റ്റം വരുന്ന 160 കിലോമീറ്റേഴ്സ് മാക്സിമം വേഗത വരുന്ന ഒരു സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 2 മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സംഭവം ഒരു അരമണിക്കൂർ കൊണ്ട് എത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും. കോഴിക്കോടുള്ള ഒരാൾക്ക് ട്രിവാൻഡ്രം പോയി ഡെയിലി വർക്ക് ചെയ്യാൻ പറ്റും. കാസർഗോഡുള്ള ഒരാൾക്ക് ട്രിവാൻഡ്രം പോയി വർക്ക് ചെയ്യാൻ പറ്റും. അവിടെ പോയി ഈ പറഞ്ഞ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ പറഞ്ഞ അവിടെ വീടെടുക്കണം, ബാക്കി എക്സ്പെൻസുകൾ, ആ എക്സ്പെൻസ് ട്രാവൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബൈ ഫ്യൂച്ചർ നെക്സ്റ്റ് ജനറേഷൻ ആയിരിക്കും ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു ഗവൺമെന്റിനെ പറ്റി കളിയാക്കി ചോദിക്കുന്നത്. ഒപ്പം തന്നെ എന്തോരം ബിസിനസ്സുകളായിരിക്കും ഇതിനുമായിട്ട് അനുബന്ധമായിട്ട് വരാൻ പോകുന്നത്. ടെക്നിക്കലി റിലേറ്റഡ് ഉള്ള ബിസിനസ്സുകൾ, പല ട്രാൻസ്പോർട്ടേഷൻ റിലേറ്റഡ് പല കാര്യങ്ങൾ, എന്തൊക്കെ ഡെവലപ്മെന്റുകൾ ഇതുകൊണ്ട് വരാൻ പോകുന്നത്. ഈ പറഞ്ഞ പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ പല രീതിയിലും വരും. കാരണം ഇവിടെ റിസോഴ്സസ് അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ സ്മൂത്ത് ആയി കഴിഞ്ഞാൽ പല ഡിസ്ട്രിക്റ്റിലെ പല ആളുകളും പല പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തും. അങ്ങനെ ഒന്നും ചിന്തിക്കാതെ, വേഗതയെപ്പറ്റി ചിന്തിക്കാതെ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്യാൻസലേഷൻ രീതിയിലേക്ക് പോകുമ്പോഴെന്ന് ആവശ്യം ആലോചിച്ച് നോക്കി. നമുക്കും പോകണ്ടേ 300-400 കിലോമീറ്റർ വേഗതയിലുള്ള ട്രെയിനുകൾ, അങ്ങനത്തെ സൗകര്യം നമുക്ക് വേണ്ടതല്ലേ? അതിനെപ്പറ്റിയല്ല ശരിക്കും ഗവൺമെന്റുകൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം ചിന്തിക്കാത്ത ഇങ്ങനെയൊക്കെ? ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവിടെ എതിർക്കാൻ മാത്രം. കാരണം നമ്മുടെ എല്ലാ പിള്ളേരും യൂറോപ്പിലും ബാക്കി സ്ഥലങ്ങളിലേക്ക് മാത്രം ചേക്കേറിക്കൊണ്ടിരിക്കുകയല്ലേ. നമുക്കിവിടെ ആരും വേണ്ട. അത് തന്നെ ആയിരിക്കും കാര്യം അല്ലേ?